ADM നവീൻ ബാബുവിൻ്റെ മരണത്തെപ്പറ്റി CBI അന്വേഷണം വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഈ സംഭവം ഉണ്ടായപ്പം മുതൽ പല സംശയങ്ങളും അദ്ദേഹത്തിൻ്റെ മരണത്തിലുണ്ടായിരുന്നു. അത് ദൂരീകരിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആ കേസിൽ അറസ്റ്റ് ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെ റോള് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അവരുടെ ചില പരാമർശങ്ങളാണ് അദ്ദേഹത്തിനെ വേദനപ്പെടുത്തിയെന്നും അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയി എന്നും പോലീസ് പറയുന്നതും അങ്ങനെയാണ് കേസിൻ്റെ അന്വേഷണം വന്ന് നിൽക്കുന്നതും. പക്ഷേ ഇതിനകത്ത് ചില കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങും എത്തിയില്ല. അതിന് ചില തീരുമാനങ്ങൾ എടുത്തില്ല. അന്വേഷണം ചില കാര്യത്തിൽ പോലീസ് ജാഗ്രത കുറവ് കാണിക്കുന്നു, അങ്ങോട്ട് അന്വേഷണം നീട്ടുന്നില്ല എന്ന ആക്ഷേപം അന്ന് മുതലേ ഉണ്ട്. ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ അന്ന് അദ്ദേഹം അവിടെ നിന്ന് യാത്രയയപ്പ് അദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷം 8:55 ട്രെയിന് അദ്ദേഹം നാട്ടിലേക്ക് പോകാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ കാറിൽ കയറി റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വരെ ചെന്നു. അദ്ദേഹം അവിടെ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഇറങ്ങി. ഒരു ഫോൺ കോൾ കൊണ്ടാണ് ഇറങ്ങിയത് എന്ന് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ. പിന്നത്തെ കാര്യങ്ങൾ അജ്ഞാതമാണ്. പിന്നെ അദ്ദേഹം രാവിലെ മുറിയിൽ തൂങ്ങി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് എന്ന് ഇതുവരെ വ്യക്തതയില്ല. പല സംശയങ്ങളും കാരണങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് വന്നു കണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹം ക്വാർട്ടേഴ്സിൽ അദ്ദേഹം ഒഴിവാക്കി വിട്ടുകൊടുത്ത ക്വാർട്ടേഴ്സിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിട്ട് പോയ അദ്ദേഹം എങ്ങനെയാണ് ക്വാർട്ടേഴ്സിനകത്ത് തൂങ്ങി നിൽക്കാൻ ഉണ്ടായ സാഹചര്യം, അതിന് ക്ലാരിറ്റി ഇല്ല. അദ്ദേഹം മുറി പൂട്ടി അവിടുത്തെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി മടങ്ങുകയാണ്. അതിന് അദ്ദേഹം സെൻഡ് ഓഫ് വാങ്ങിച്ചു. അതിനുശേഷം അദ്ദേഹം കോട്ടേഴ്സ് വന്ന് അദ്ദേഹത്തിൻ്റെ ബാഗുകളെല്ലാം എടുത്തു. ഒഫീഷ്യൽ കാറിൽ കയറി റെയിൽവേ സ്റ്റേഷൻ 8:55 ട്രെയിന് പോകാൻ റെഡിയായിട്ട് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ച് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പറയുന്നത്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ആ ഡ്രൈവറെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി പറയുന്നു അദ്ദേഹം വീട്ടിലെത്തിയിട്ടില്ല. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കാത്തു നിന്നു. അവർ അദ്ദേഹത്തിനെ കാണാത്തതുകൊണ്ട് ആ റെയിൽവേ TTയെ വിളിച്ചു. അങ്ങനെ ഒരാൾ ഇതിനകത്ത് കയറിയിട്ടില്ല. ടിക്കറ്റ് റിസർവ് ചെയ്തെങ്കിലും അദ്ദേഹം ഇതിനകത്ത് കയറിയിട്ടില്ല, ആബ്സെൻ്റ് ആണ്. അങ്ങനെയാണ് വീട്ടുകാർ പരിഭ്രമിച്ച് അവർ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ വിളിച്ച്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയെ വിളിച്ചു. അവർ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ മുറിയിൽ പോയി നോക്കിയപ്പം മുറി തുറന്ന് കിടക്കുന്നുണ്ട്. കൂടെ അദ്ദേഹം അടുത്ത ക്വാർട്ടേഴ്സിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും വിളിച്ചു. അവർക്ക് രണ്ടുപേർക്കും വാതിൽ തുറന്ന് കിടക്കുമ്പം ഭയം തോന്നിയിട്ട് കളക്ടറെ അല്ലെങ്കിൽ IAS കളക്ടറെ ഗൺമാനെയും കൂടെ വിളിച്ചു. 3 പേരും കൂടെയാണ് മുറി കയറിയെന്നുള്ള രീതിയിൽ പറയുന്നത്. ഇവിടെ ഒന്നും വ്യക്തതയില്ല. അദ്ദേഹം സെൻഡ് ഓഫ് വാങ്ങിച്ചു. അവിടുന്ന് മുറി പൂട്ടി വീട്ടിൽ പോയ ആൾ എങ്ങനെയാണ് അദ്ദേഹം ഈ മുറി തൂങ്ങി നിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ താക്കോലുണ്ടായിരുന്നു. താക്കോൽ ഓൾറെഡി ഏൽപ്പിച്ച് കഴിഞ്ഞു. 2 or 3 താക്കോലുണ്ടെങ്കിലും അതെല്ലാം ഏൽപ്പിച്ചിട്ട് ഇനി അങ്ങോട്ട് വരില്ലല്ലോ. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത് അവിടെയൊക്കെ ദുരൂഹതയാണ്. അദ്ദേഹത്തിനെ ഈ കേസിനകത്ത് അപമാനിച്ച അവിടുത്തെ ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. അവർ ചെയ്ത കുറ്റം ഇതുവരെ പോലീസ് പറഞ്ഞിരിക്കുന്നത് 306 IPC അല്ലെങ്കിൽ 108 BNS ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. അവർ 15 ദിവസം ജയിലിൽ കിടന്നു, ജാമ്യത്തിലിറങ്ങി. അവരുടെ സ്വാധീനം കൊണ്ട് ആ കേസിൻ്റെ അന്വേഷണം പുരോഗതി ഇല്ല, എഴഞ്ഞു നീങ്ങുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് പോലീസ് ഇന്നും വെളിപ്പെടുത്താത്ത അല്ലെങ്കിൽ വെളിയിലേക്ക് വരാത്ത പൊതുജനങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്.
അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചിരുന്നു എന്ന് പ്രശാന്ത് എന്ന് പറഞ്ഞ പമ്പിൻ്റെ ഉടമസ്ഥൻ, പമ്പ് തുടങ്ങാൻ പോകുന്നയാൾ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അത് നേരത്തെ കൊടുത്ത് എന്നുള്ള രീതിയിലാണ് അതിനകത്ത് ഡേറ്റ് വച്ചിരിക്കുന്നത്. പക്ഷേ അത് AKG സെൻറ്ററിലെ ആരോ ഒരാൾ മുഖ്യമന്ത്രി ഓഫീസിലെത്തിച്ചു. മരണത്തിന് ശേഷം ഡേറ്റ് വച്ചിരിക്കുന്ന പ്രീവിയസ് ഡേറ്റുകളാണ്, മരണത്തിന് മുമ്പുള്ള ഡേറ്റ്. അതിലെ ഒപ്പ് രണ്ടപേക്ഷയിലും രണ്ട് രീതിയിലുള്ള ഒപ്പാണ്. അവിടെ കൊടുത്തിരിക്കുന്ന അപേക്ഷയിലെ ഒപ്പ് വ്യത്യാസം. കാരണം കണ്ണൂരുള്ള ആൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് വന്ന് ഈ പരാതി കൊടുക്കുന്നത്, തിരുവനന്തപുരത്ത് ആരോ എഴുതി അദ്ദേഹത്തിൻ്റെ കള്ള ഒപ്പിട്ട് കൊടുത്തു എന്ന് സ്പഷ്ടം. പക്ഷേ അദ്ദേഹം ആ സ്ഥലം വാങ്ങാനുള്ള എഗ്രിമെൻ്റ് എഴുതിയ ഒപ്പും അവിടുത്തെ പള്ളിക്കാരുടെ ഒരു റവറൻ ഫാദർ ആണ് ആയിട്ട് എഗ്രിമെൻ്റ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഒപ്പും മുഖ്യമന്ത്രിക്ക് വിജിലൻസ് കേസ് വേണ്ടിയിട്ട് കൊടുത്ത ഒപ്പും രണ്ടും വ്യത്യാസമാണ്. ഈ രണ്ടൊപ്പും തൻ്റേതാണ് എന്ന് വിജിലൻസുകാരുടെ അടുത്ത് പറഞ്ഞു പോയി ആ വിദ്വാൻ. പിന്നീട് നമ്മളിതേപ്പറ്റി ആലോചിക്കുമ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മരണത്തിന് ശേഷം കൊടുത്ത പെറ്റീഷൻ, ആ പെറ്റീഷന് ഒരന്വേഷണം ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എങ്ങനെ നടത്തും? വിജിലൻസിലെ അവിടുത്തെ കണ്ണൂരിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഈ പ്രശാന്തിനെ കൊടുത്ത പരാതിയിൽ വിളിച്ചു ചോദ്യം ചെയ്തു എന്ന് വരുന്നുണ്ട്. അതെങ്ങനെ നടന്നു? അതിനവർക്ക് അധികാരമില്ല. മുഖ്യമന്ത്രിയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ, അല്ലെങ്കിൽ ഹോം സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ, വിജിലൻസ് ഡയറക്ടർ ഉത്തരവിട്ടാൽ അന്വേഷിക്കാൻ DYSPമാരും SP-മാരും സർക്കിൾ ഇൻസ്പെക്ടറും ബാധ്യസ്ഥരാണ്. പക്ഷേ അങ്ങനെ ഒരു ഉത്തരവില്ലാതെ അത് അന്വേഷിക്കാൻ ഒരു വിജിലൻസിലെ ഓഫീസർക്കും അധികാരമില്ല. പിന്നെ എങ്ങനെയാണ് പ്രശാന്തിനെ അവിടുത്തെ വിജിലൻസ് CI വിളിച്ചു വരുത്തിയത്? എങ്ങനെയാണ് വേറെ ചില 2-3 പേരെയും വിളിച്ചു വരുത്തിയത്? അവിടെ ആ വിജിലൻസ് CI ഈ നവീൻ ബാബുവിനെ വിളിച്ചു വരുത്തിയോ? അതാണ് അന്വേഷിക്കേണ്ടത്. അദ്ദേഹത്തിന് ഏതായാലും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ആ വിജിലൻസ് CI സ്ഥലം മാറ്റിയിട്ടുണ്ട്. ആരോപണ വിധേയനായ അദ്ദേഹത്തിന് അവിടുത്തെ ഇടതുപക്ഷ അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഏതോ ഒരു വർക്കിൻ്റെ കോൺട്രാക്റ്റ് ഈ CIയുടെ ജ്യേഷ്ഠനെ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് ആരോപണം വന്നിരിക്കുന്നു. പൊതുവേ അന്വേഷണം പാളിയോ എന്നൊരു സംശയം. കാരണം ട്രെയിന് പോയ ആൾ എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലെത്തിയത്? അദ്ദേഹത്തെ തൂങ്ങാൻ എവിടുന്ന് കിട്ടി ആ കയറ്? എപ്പം വാങ്ങിച്ചു? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വന്നിരിക്കുന്നു. അദ്ദേഹം 1 ലക്ഷം രൂപ അടുത്ത് കൈക്കൂലി വാങ്ങിച്ചെങ്കിൽ ആ പണം എങ്ങോട്ട് പറന്നുപോയി? അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നോ? ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നോ? ബാഗിനകത്തുണ്ടായിരുന്നോ? ഏതെങ്കിലും ബാങ്കിൽ ഇട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഒരു വ്യക്തത, ക്ലാരിറ്റി ഇല്ല. അതൊക്കെ സംശയം ഉന്നയിക്കുന്നതാണ്. മറ്റൊരു കാര്യം, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ, ആത്മഹത്യ ചെയ്തപ്പോൾ അതിനുള്ള ഇൻക്വസ്റ്റ് സമയത്ത് ബന്ധുക്കളാരുമില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്തും ബന്ധുക്കളാരുമില്ല. അവിടെയൊക്കെ പോലീസിന് പാളിച്ച പറ്റിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സംശയം വീട്ടുകാർ ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ ഇപ്പോൾ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ലോക്കൽ പോലീസിന് അന്വേഷണത്തിൽ തൃപ്തിയില്ല, അവരുടെ അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല. അതാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് CBIക്ക് അന്വേഷണത്തിന് വിടണം എന്നാണ് അവരുടെ റിക്വസ്റ്റ്. ഹൈക്കോടതി അത് പരിശോധിക്കും. ചില ഏരിയയിൽ ഇതുവരെ ക്ലാരിറ്റി ഇല്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്, വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. അത് എന്തുകൊണ്ട് ഒരു DYSP അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് അതൊരു ക്രൈം ബ്രാഞ്ചിലേക്ക് ഇത്ര ആരോപണം വന്നപ്പം ക്രൈം ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല? ആ കേസിനകത്ത് ഈ 306 അല്ലെങ്കിൽ 108 BNS അല്ലാതെ ഒരു ഗൂഢാലോചനയുണ്ട്. ആ 120Bയിൽ കളക്ടറും പ്രശാന്തും ഗംഗാധരൻ എന്ന് പറഞ്ഞൊരാളും അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരാണ് എന്നത് വ്യക്തമാണ്. അപ്പോൾ എന്തുകൊണ്ട് 120B ഇതിനകത്ത് ചേർക്കുന്നില്ല? ഇങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല. അതുകൊണ്ട് ഹൈക്കോടതിയിൽ
ഇത് CBIക്ക് അന്വേഷണം സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അന്വേഷിച്ചാൽ, കാരണം ഭരണകക്ഷിയുടെ ആൾ പ്രത്യേകിച്ച് ജില്ലയിലെ ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്ന ഒരു നേതാവാണ് ദിവ്യ. അതുകൊണ്ട് ഇതൊരു CBI അന്വേഷണം വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ബന്ധുക്കളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ മുതൽ പറഞ്ഞിരുന്നു, ഇതൊരു ക്രൈംബ്രാഞ്ചിന് തന്നെ ഇത്തരം ആരോപണങ്ങൾ വന്നപ്പം ലോക്കൽ പോലീസിന് അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല വന്നപ്പോൾ എന്തുകൊണ്ട് അവിടുത്തെ SP-യോ അല്ലെന്നെങ്കിൽ അവിടുത്തെ IG-യോ എന്തുകൊണ്ട് ഈ കേസ് ക്രൈംബ്രാഞ്ചിക്ക് കൊടുക്കണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്തില്ല? അവരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വാഭാവികമായി ഇത്ര ആരോപണം വന്ന സ്ഥിതിക്ക്, പ്രത്യേകിച്ച് ഒരു ADM ആണ്, ഒരു മജിസ്ട്രേറ്റിൽ അധികാരമുള്ള ആളുടെ മരണത്തിൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നേരം തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ DGP അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവർ സാധാരണഗതിയിൽ മറ്റ് സമ്മർദ്ദമൊന്നും ഇല്ലെങ്കിൽ അവർ അതിനെ റെക്കമെൻഡ് ചെയ്യും. ഇവിടെ അതും സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ വൈഫ് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. കേരളത്തിലല്ലാത്ത ഒരു ഏജൻസിയെ ഇതിനകത്ത് അന്വേഷണം ഏൽപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ദുരൂഹതയുണ്ട്, ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു പ്രയർ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അത് ഇന്നാണ് ഹൈക്കോടതി ഫയൽ ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഹൈക്കോടതി അതിന് ഒരു തീരുമാനം ഉണ്ടാക്കും.